നമസ്തേ. ഞാൻ സാധാരണ രീതിയിലുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിയിൽ പ്രവേശിച്ച സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നീടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി വരികയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഗ്രോത്ത് എത്രമാത്രമായിരിക്കും, അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രമാത്രമുണ്ട്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഈ ഒരു ജോബിനുള്ളത്, സാലറി എത്രമാത്രം വർദ്ധിക്കും, അല്ലെങ്കിൽ ഒരു വർഷം എത്ര ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, എത്ര സേവിങ്സ് മാറ്റിവെക്കാനായിട്ട് സാധിക്കും, എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ട്. പല ലോജിക്കൽ തോട്ട്സ് അതിനോടൊപ്പം തന്നെ ഉള്ളിൽ നിന്നുള്ള ഒരു കോൾ കൂടി വരികയാണ്. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഈ കർമ്മമേഖലയിൽ നിന്ന് മാറണം എന്നുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം വരികയാണ്. എങ്കിലും എൻ്റെ ചുറ്റിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും എന്നോട് പറഞ്ഞു, അവിടെ തന്നെ നിൽക്കുക, ബിക്കോസ് അത് സേഫ് സോണാണ്, അവിടെ നിന്നുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ആളുകൾക്ക് അങ്ങനെ പറയാം, നമ്മളൊരു മേഖലയിൽ നിൽക്കുകയാണ്, ഒരു ജോലി ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളും കൂടെ ചെയ്യുക എന്ന് പുറത്ത് നിൽക്കുന്നവർക്ക് പറയാനായിട്ട് എളുപ്പമാണ്. കാരണം നമ്മൾക്ക് മാത്രമേ അറിയത്തുള്ളൂ സത്യം എന്താണ് എന്നുള്ളത്. നമ്മൾ രാവിലെ ജോലിയിൽ പ്രവേശിക്കുന്നു, വൈകുന്നേരം ഇറങ്ങി വരുന്നു, പിന്നീട് നമ്മൾ അതിൻ്റെ ആ ഒരു ടയേർഡായിട്ടുള്ള അവസ്ഥയും പിന്നീട് നമുക്ക് റെസ്റ്റ്, ഉറക്കം, ഭക്ഷണം ഇതൊക്കെ ആവശ്യമാണ്. റിലാക്സേഷൻ പോലും ഇല്ലാതെയായിരിക്കും പല ആളുകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ കാര്യങ്ങൾ, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് എഫേർട്ട്, ഒരുപാട് ടൈം, ഒരുപാട് അധ്വാനമൊക്കെ വേണ്ടതായിട്ടുള്ള സ്വപ്നങ്ങളാണ് നമ്മളിൽ എല്ലാവരും കാണുന്നത്. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ ചെറുതല്ല, നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ ചിലർക്ക് സാധിച്ചേക്കാം. സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടും. ചിലർക്ക് സാഹചര്യവശാൽ ജോലി ഉപേക്ഷിച്ചിട്ടായിരിക്കും അടുത്ത മേഖലയിലേക്ക് ഇറങ്ങേണ്ടത്. എന്തു തന്നെയാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകളുടെ, ചുറ്റിനുള്ളവരുടെ, സൊസൈറ്റിയുടെ വാക്ക് കേട്ടുകൊണ്ട് അതിൽ തന്നെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു തരിപ്പ് എൻ്റെ കയ്യിലൂടെ വന്ന് എന്നെ കൊണ്ടൊരു പേന എടുപ്പിച്ചു, ഒരു വെളുത്ത പേപ്പറും എടുപ്പിച്ച് എന്നെ കൊണ്ട് രാജിക്കത്ത് അല്ലെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ എഴുതിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ആ കത്തെഴുതി, വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് പോകുമ്പോൾ, ഞാൻ ജോലി നിർത്തുകയാണ് എന്ന് മേലധികാരിയോട് പറയാനായിട്ട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ചിന്തയും ഗാർഡിങ്ങും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇത് എഴുതിയ മാത്രയിൽ തന്നെ ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയും കാര്യങ്ങൾ പറയുകയും അദ്ദേഹവും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ അവരുമായിട്ട് സഹകരിച്ചു. പക്ഷേ ഈ മേഖലയിൽ നിന്ന് ഐ ഷിഫ്റ്റഡ് മൈസെൽഫ്. എൻ്റെ ആത്മാവ് പഴയ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്നില്ല. ഇതെൻ്റെ കാര്യം മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കാര്യമാണ്. ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ചിലർ അതിൻ്റെ ഒരു പ്രോസസ്സിലാണിപ്പോൾ, ചിലർ ഇനി സംഭവിക്കാനായിട്ട് ഇരിക്കുകയുമാണ്. നിങ്ങളുടെ ആത്മാവ് ഇനി പഴയ ജീവിതത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സത്യമായിട്ടുള്ള അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. ഇത് സാധാരണ ലക്ഷണങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലെ എനർജി സിസ്റ്റം മാറുന്നതിൻ്റെ സൈൻ അല്ലെങ്കിൽ അടയാളമാണത്. ഇത് നിർബന്ധപൂർവ്വം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ നിങ്ങളെ തന്നെ ദൈവിക ദിശയിലേക്ക് പ്രപഞ്ചം കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ സോൾ പർപ്പസ്, നിങ്ങളുടെ പുതിയ മേഖല, അവിടേക്ക് നിങ്ങൾ പോവുകയാണ്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പഴയ കാര്യങ്ങൾ മീനിങ്ലെസ് ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. പണ്ട് വളരെ ആവേശത്തോടെ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ കേവലം റിപ്പിറ്റേഷനായിട്ട് തോന്നുകയാണ്, ശൂന്യമായിട്ടുള്ള ആവർത്തന വിരസതയായിട്ട് തോന്നുകയാണ്. ഇത് ഒരിക്കലും ബോറടിക്കുന്ന ഒരവസ്ഥയല്ല, ബോർഡമല്ല. ഇറ്റ് ഈസ് സ്പിരിച്വൽ ഡിറ്റാച്ച്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മുടെ സോൾ ഈ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് ഡിറ്റാച്ച് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഭൗതിക ശരീരത്തിനെയും മനസ്സിനെയും മുന്നിൽ നയിക്കുന്നത്. പക്ഷെ പല സമയത്തും ആത്മാവ് ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ പരാജയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക മനസ്സ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു മേഖലയിൽ അവരെ തന്നെ തളച്ചിടുകയാണ്. ആത്മാവിൻ്റെ വിളി കേൾക്കുന്നില്ല, ആത്മാവ് കരയുകയാണ്. പക്ഷെ നമ്മൾ വൺസ് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതൊരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിവർത്തനത്തിലേക്കുള്ള ഒരു അവസരമായിട്ട് മാറാനുള്ള സാധ്യത വളരെ അധികമാണ്. ബട്ട് നമ്മൾ കെയർഫുള്ളി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇതാണോ ഞാൻ ഇവിടെ ആയിരിക്കേണ്ടവനാണോ? ഈ ആളുകളോടൊത്താണോ ഞാൻ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത്? ഈ സ്ഥാപനത്തിലാണോ ഞാൻ നിൽക്കേണ്ടിയിരിക്കുന്നത്? എൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സമൂഹത്തിനിടയിൽ മാത്രമാണോ ആവശ്യമായിട്ടുള്ളത്? ഞാൻ യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ എവിടേക്കാണ് പെർഫോമൻസ് കൊടുക്കേണ്ടത്? എൻ്റെ സേവനം ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് എത്തണം? ഏതൊക്കെ വ്യക്തികളുമായിട്ട് ഞാൻ ഇടപെടേണ്ടിയിരിക്കുന്നു? ഏതൊക്കെ മേഖലകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ഞാൻ പോകേണ്ടിയിരിക്കുന്നു? ആരാണ് ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആവശ്യമായിട്ട് ഉയർന്നു വരികയാണ് ഇങ്ങനെ മാറ്റത്തിൻ്റെ സമയമാകുന്ന സമയത്ത്. വി ആർ ക്വസ്റ്റ്യനിങ് അവർ സെൽഫ് ഐഡന്റിറ്റി. നമ്മുടെ തന്നെ ഐഡന്റിറ്റിയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ബിക്കോസ് യുവർ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് അറ്റ് യുവർ കറന്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ പ്രതി നിങ്ങളുടെ ആത്മാവ് സംതൃപ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ചില സ്ഥലങ്ങൾ, ആളുകൾ, സ്ഥാപനങ്ങൾ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു എനർജറ്റിക് റിജക്ഷൻ ഉണ്ടാകുകയാണ്. നിങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ, അത്തരത്തിലുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം,
അവിടെയുള്ള ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എത്രമാത്രം നല്ല രീതിയിൽ സേവനം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രമാത്രം ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയിട്ടുണ്ടെങ്കിലും, ആ ആളുകൾ, ആ വലയം, ആ സമൂഹം, ആ പ്ലേസ്, ആ എനർജറ്റിക് ഫീൽഡ് നിങ്ങളുടെ എനർജിയെ റിജക്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് യൂണിവേഴ്സിന് അതിനേക്കാൾ ബിഗ്ഗർ ആയിട്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് യു ഹാവ് ടു റിയലൈസ് ദാറ്റ്. ഈ അടയാളങ്ങൾ വരുന്ന സമയത്ത് അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് അകലം വേണമെന്നുള്ള സിഗ്നൽ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ അടുപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു കാര്യവും കൂടി ഈ അവസരത്തിൽ ഓർക്കുക. നിങ്ങൾക്ക് മനസ്സിൽ ശാന്തി വേണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർമ്മ മേഖല എന്ന് പറയുന്നത് വെരി കയോട്ടിക് ആണ്. ഒരുപാട് മെസ്സി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരുപാട് കെയോസ് അവിടെയുണ്ട്. പക്ഷേ എനിക്ക് സമാധാനം വേണം, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എനിക്ക് മാനസികമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം, എനിക്ക് കൂടുതൽ വാതായനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്, കൂടുതൽ ജനാലകൾ, കൂടുതൽ വഴികളിലേക്ക് എനിക്ക് നോക്കുകയും സഞ്ചരിക്കുകയും വേണമെന്നുള്ള ഒരു തോന്നൽ നമുക്കവിടെ ഉണ്ടാകുമ്പോൾ നമുക്കവിടെ ഒരു സെൽഫ് ഗ്രോത്ത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ആത്മാവ് ഈ വളർച്ചയ്ക്ക് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നർ പീസ് വേഴ്സസ് എക്സ്റ്റേണൽ പ്രഷർ എന്നുള്ള ഒരു സമസ്യ ഇവിടെ നിങ്ങൾ അനുഭവിക്കും. ഉള്ളിലുള്ള സമാധാനമാണോ എനിക്ക് വേണ്ടത്, അതോ പുറത്തുള്ള എക്സ്റ്റേണൽ പ്ലഷറിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് എന്നെ തന്നെ മിഥ്യയിലാക്കിയിട്ടുള്ള ഒരു താൽക്കാലിക സേഫ് സോൺ സമാധാനമാണോ എനിക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരുകയാണ്. അത് തിരിച്ചറിയുന്ന ആളുകൾ അടുത്ത തലത്തിലേക്ക് വളരുന്നു. ഞാനീ പറഞ്ഞു വരുന്നത് ഈ അടയാളങ്ങളൊക്കെ കണ്ടു എന്ന് കരുതി നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിനെ അല്ലെങ്കിൽ ജോലിയെ വലിച്ചെറിഞ്ഞിട്ട് അടുത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയല്ല. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു മാർഗമല്ല. നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങൾ നോക്കിക്കൊണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ട്, സ്ട്രാറ്റജിക്കലായിട്ട് നമ്മുടെ യുക്തിയും ബുദ്ധിയും ഇത്തരത്തിലുള്ള മേഖലകളിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മൾ ബുദ്ധിയും യുക്തിയും ഉപയോഗപ്പെടുത്തുക. അല്ലാതെ ബുദ്ധിയും യുക്തിയും മാത്രം ഉപയോഗപ്പെടുത്തി ആത്മാവിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ സാധാരണ അടിമയായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് ഉടമയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ പർപ്പസ്, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ കർമ്മം പൂർത്തീകരിക്കുന്നതിനായിട്ട് നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും. ചില്ലറ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ജോലിയിലെ കാര്യങ്ങൾ, ചില ആളുകളുണ്ട് ജോലി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സ്ഥാപനത്തെക്കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച്, സഹപ്രവർത്തകരെക്കുറിച്ച്, ക്ലയൻസിനെ കുറിച്ച് ദേ ആർ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ചില വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ജോലി ചെയ്ത് നിങ്ങൾ മാറിയല്ലോ, നമ്മളിപ്പോൾ സമാധാനത്തിൽ ഒരു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലത്തെ ചായക്കടയിൽ. അപ്പോഴെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ബിക്കോസ് അവിടെ എനിക്ക് പരാജയം ഉണ്ടായതുകൊണ്ടല്ല, അവിടെ നിന്ന് എനിക്ക് നെഗറ്റീവ് മെമ്മറി കിട്ടുന്നതുകൊണ്ടല്ല. ബിക്കോസ് നമ്മൾ ജോലി ചെയ്തു, അതവിടെ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അവിടെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഉണ്ടാകുന്ന സംസാരങ്ങൾ, ജോലിയിലെ ഗോസിപ്പുകൾ, ജോലിയിലെ വലിയ വലിയ കുലങ്കുഷമായിട്ടുള്ള ചർച്ചകൾ, ആളുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, അവിടെ ഉണ്ടാകുന്ന മീറ്റിങ്ങുകൾ, ആൻഡ് യു ആർ ഫീലിംഗ് ഓൾ ദീസ് ആർ മീനിങ്ലെസ്. ഇതൊക്കെ മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുകയാണ്. ബിക്കോസ് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തേടിക്കൊണ്ടിരിക്കുന്നത് ഡീപ്പറായിട്ടുള്ള ടോക്കിന്, ഡീപ്പറായിട്ടുള്ള സെൻസ്, ഡീപ്പറായിട്ടുള്ള സോൾ കണക്ഷൻ, ഡീപ്പറായിട്ടുള്ള മീനിങ്, പുതിയ സ്ഥലത്തെ നിങ്ങളുടെ കർമ്മം തുടങ്ങിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അത് നിങ്ങളെ തന്നെ റിജക്റ്റ് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഇൻഫീരിയോറിറ്റി. ചിലപ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ എവിടെയാണ് എന്നുള്ളത്. പക്ഷേ അത് നിങ്ങളുടെ ഒരു കുഴപ്പമല്ല, ഒരു കുറവുകൊണ്ടല്ല. ബിക്കോസ് യു ഡോണ്ട് ബിലോങ് ദെയർ. നിങ്ങൾ അവിടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ള ഒരു മേച്ചിൽ പുറത്തേക്ക് മാറേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ശബ്ദം ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും നമ്മൾ മനസ്സിലേക്ക് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജോലി സ്ഥലത്തെ ചെറുതായിട്ടുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ടോക്സ് ഒക്കെ ജസ്റ്റ് മീനിങ്ലെസ് ആയിട്ടുള്ള ജൽപ്പനങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു തള്ളലും വലിച്ചിലും ഉണ്ടാകുന്ന സമയത്ത്, റിജക്ഷനും മറ്റേതോ മേഖലയിലേക്കുള്ള അട്രാക്ഷനും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയാണ്. നമ്മൾ ഫുൾ കൺഫ്യൂഷനിലേക്ക് പോവുകയാണ്. നമ്മൾക്ക് ഇവിടുന്ന് മാറണമെന്നുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ആത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇമോഷണൽ ഡീറ്റോക്സ് ആരംഭിക്കുകയാണ്. നമ്മൾ അവിടെ പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയും, ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കും. ആരോടെങ്കിലും സോറി പറയാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു തീർക്കും. ആരോടെങ്കിലും സ്നേഹത്തോടെ പെരുമാറാനുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന, അതായത് മുൻപ് ചിലപ്പോൾ ചെറിയ ശത്രുതയോ മത്സരമോ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് നമ്മുടെ ഇമോഷൻസ് ഒന്നും അവിടെ സപ്രസ് ചെയ്യാനായിട്ടില്ല, ഒക്കെ റിലീസ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പതിയെ പടിയിറങ്ങുകയാണ് അടുത്ത ഉയർച്ചയിലേക്ക് പോകുവാനായിട്ട്, അടുത്ത പടവുകളും കുന്നുകളും കയറുവാനായിട്ട്. ഇമോഷണൽ പ്യൂരിഫിക്കേഷനാണ് നമ്മൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൈം ഫീൽസ് ഡിഫറൻറ്റ്. നമുക്ക് സമയം എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു.
രാവിലെ എഴുന്നേൽക്കുന്നു, അവിടേക്ക് പോകുന്നു, അവിടെ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും എവറിത്തിങ് ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് നൗ ഈ സമയം എന്ന് പറയുന്നത് മീനിങ്ലെസ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്. അതിൻ്റെതായിട്ട് ആ മുൻപ് കൊടുത്തതായിട്ടുള്ള ആ ഓവർ വാല്യൂ ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നുകയാണ്. നമ്മളായിരിക്കുന്ന അവിടെ ഒരുപാട് റിലാക്സ്ഡ് ടൈം നമ്മൾ കണ്ടെത്തുകയാണ്. പഴയ പല പ്രവർത്തനങ്ങളും അൺവാണ്ടഡ് ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അർജൻസി എന്ന് പറയുന്നത് ഇല്ലാണ്ടാവുകയാണ്. പതിയെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്, എല്ലാം ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് കൃത്യമായിട്ട് നടക്കും എന്നുള്ളത്. ബിക്കോസ് നിങ്ങളുടെ ആത്മാവ് തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഭൗതിക ശരീരത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുവാനായിട്ട്. ഇലകൾ മരത്തിൽ നിന്ന് പഴുത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് സ്വയം തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല ആ മരത്തിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറുകയാണ്. നമ്മൾ വീഴുകയല്ല, പക്ഷേ ഉയർന്ന് പറക്കുകയാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ബട്ട് സംതിങ് ഹയർ ആൻഡ് ബിഗർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വലുതായിട്ടുള്ളത് എന്തോ നടക്കാനായിട്ട് പോകുന്നു. അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ഇന്നർ നോയിങ് നമുക്കുണ്ടാകുകയാണ്. ഈ ജോലി കഴിഞ്ഞാൽ അടുത്തത് എന്ത് എന്ന് ചില സമയത്ത് നമ്മൾ ചിലപ്പം തീരുമാനിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം, നമുക്ക് ഒപ്റ്റിമിസം ഉണ്ട്, നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. വി നോ വലുതും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എനിക്കത് ചെയ്യാനുള്ള കഴിവുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. നാടകങ്ങൾ, കോണ്ടാക്റ്റുകൾ, സുഹൃത്തുക്കൾ തുടങ്ങി ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും നിങ്ങൾ പതിയെ വിഡ്രോ ചെയ്യുകയാണ്. ബിക്കോസ് ദ യൂണിവേഴ്സ് ഈസ് ക്ലിയറിംഗ് സ്പേസ് ഫോർ ന്യൂ അലൈൻമെന്റ്. പുതിയതായിട്ടുള്ള അലൈൻമെന്റ് അല്ലെങ്കിൽ കോൺഫിഗറേഷന് വേണ്ടി യൂണിവേഴ്സ് പുതിയതായിട്ടുള്ള സ്പേസ് കണ്ടെത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ആത്മാവിന് അതറിയാം, ആൻഡ് യു ആർ ഫോളോയിങ് ദാറ്റ് ഗൈഡൻസ്. സൊസൈറ്റി നൽകിയ റോൾസിൽ നിന്ന് പുറത്ത് ഞാൻ ദൈവിക സൃഷ്ടിയാണ്, എനിക്ക് മറ്റൊരു വ്യക്തിയുടെയോ വ്യക്തികളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ അപ്രൂവൽ ആവശ്യമില്ല. ഈ ഒരു ആത്മജ്ഞാനമാണ് പിന്നീട് നിങ്ങളെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മ മേഖലയെ നിങ്ങൾക്ക് ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിൻ്റെ സ്വരത്തെ ശ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ ഉന്നതമായിട്ടുള്ള കർമ്മത്തിലൂടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കലിയുഗത്തിൽ തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.